നമസ്കാരം. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കേരളത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തു നിന്നെല്ലാം ഇനി അഫ്ഗാനിസ്ഥാനിൽ പോകുന്ന ആളുകൾ പലരും ആടിനെ മേയ്ക്കാൻ പോകുന്നു എന്നാണ് കഥ. അവരിനി കൂടുതൽ സൂക്ഷിക്കണം. കാരണം അഫ്ഗാൻ സർക്കാർ ഇവരെ നേരിടാൻ, അവിടുത്തെ തീവ്രവാദികളെ നേരിടാൻ അതിശക്തമായ സന്നാഹങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം ഇവരെ നേരിടുന്നതിനുള്ള പുതിയ തന്ത്രങ്ങൾക്ക് രൂപം നൽകി. ഇവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മന്ത്രിസഭ പുനഃസംഘടനയും നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി ജനറൽ ബിസ്മില്ല ഖാൻ മുഹമ്മദി എന്ന പ്രഗത്ഭനായ മുൻ സൈനിക മേധാവിയെയാണ് പുതിയ പ്രതിരോധ മന്ത്രിയായി സർക്കാർ നിയമിച്ചിരിക്കുന്നത്. ഇദ്ദേഹം 1990കളിൽ അന്ന് ഈ താലിബാനും മറ്റുമെതിരെ നടന്ന ശക്തമായ പോരാട്ടങ്ങളിൽ മുന്നണി പടയാളിയായി അവരെ നേരിട്ട ഒരു വ്യക്തി കൂടിയാണ് മുഹമ്മദി. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ള അമേരിക്കൻ സൈന്യം സെപ്റ്റംബർ 11-ന്, അതായത് അമേരിക്കയിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൻ്റെ 20ാം വാർഷികം ആചരിക്കുന്ന ദിനത്തിൽ പൂർണ്ണമായും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഇത് ലാക്കാക്കി പല തീവ്രവാദ സംഘടനകളും, ഈ താലിബാൻ അല്ലെങ്കിൽ IS സംഘടനകളും തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ ഒരുങ്ങുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അഫ്ഗാൻ സർക്കാർ ഈ കർശന നിലപാടുമായി മുന്നോട്ട് വന്നത്. പൊതുവെ ഇത്തരം ഈ താലിബാൻ പോലുള്ള സംഘടനകളുടെ ഒരു പ്രവർത്തന രീതി അവിടുത്തെ 40ഓളം ജില്ലകളിൽ ഇവരുടെ ശൃംഖല ശക്തമാക്കിയിരിക്കുകയാണ് എന്നാണ് സർക്കാരിന് ലഭിച്ച റിപ്പോർട്ട്. പലപ്പോഴും വലിയ നഗരങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങൾ കണക്കാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർക്ക് നഗരങ്ങളിൽ ആക്രമണം നടത്താൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പല സൈനിക നടപടികളും ഈ മേഖലകൾ, ഈ ഗ്രാമീണ മേഖലകൾ കണക്കാക്കിയായിരിക്കും, അത് ലക്ഷ്യമിട്ടായിരിക്കും ആ സൈന്യം നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്ന്. എന്തായാലും ഇത്രയും നാൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ ആക്രമണങ്ങൾ പലതും പരാജയപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യം പിൻവാങ്ങുന്നതിനാൽ ഇനി തങ്ങൾക്ക് തങ്ങളുടെ പ്രവർത്തനം എളുപ്പമാക്കാം എന്ന ധാരണയിലാണ് ഈ പല തീവ്രവാദ സംഘടനകളും അവിടെ ഇപ്പോൾ തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നത്. 1990കളിൽ അന്ന് ഈ താലിബാൻ നടത്തിയ വളരെ ക്രൂരമായ ആക്രമണങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഇനിയും മറന്നിട്ടില്ല. യാതൊരു മാനുഷിക പരിഗണന നൽകാതെ ആളുകളെ നിരന്തരം കൊല്ലുക, ബോംബ് സ്ഫോടനം നടത്തുക, വെടിവെക്കുക, കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുക തുടങ്ങി യാതൊരു മനുഷ്യത്വവുമില്ലാത്ത നടപടികളാണ് അന്ന് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും നടപ്പാക്കിയത്. മാത്രമല്ല അവിടുത്തെ ഭരണാധികാരികളെ പോലും കൊല്ലാനുള്ള ഒരു ധൈര്യം അവർ അന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അമേരിക്കൻ സൈന്യം അഫ്ഗാൻ നിലയുറപ്പിച്ചതോടുകൂടി അവിടെ പ്രവർത്തനം ക്രമേണ മന്ദീഭവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ സൈന്യം പോകുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ നാട്ടിൻപുറങ്ങളിൽ, ഈ നഗരങ്ങളെ ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങൾ ഇവർ പ്രവർത്തന സജ്ജമാകാൻ വീണ്ടും ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ മുൻ സൈനിക മേധാവിയെ തന്നെ, അല്ലെങ്കിൽ ഇവരെ നേരിട്ട് താലിബാനെ നേരിട്ട് മുൻ പരിചയമുള്ള ഒരു സേനാധിപതി തന്നെ അവിടുത്തെ പ്രതിരോധ മന്ത്രിയാക്കിയിരിക്കുന്നത് ഇവരെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലെ ജയിലുകളിൽ നിരവധി പേരുണ്ട്. ഈയിടെ വാർത്തയിൽ വന്ന നമ്മുടെ മലയാളികളായ പലരും അവരും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ജയിലിലുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തരം സൈന്യം പിടികൂടിയ അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ട സ്ത്രീകൾ, കുട്ടികളെല്ലാം അവിടെ ജയിലുകളിലുണ്ട്. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ പല രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്നത് ഇവരെ നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇവരുടെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വിചാരണ നടത്തി ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന്. പക്ഷേ എന്നാലും നമ്മുടെ ഇന്ത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരക്കാരെ ഇവിടെ നിന്ന് പോയി നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം നയിക്കാൻ വേണ്ടി പ്രവർത്തനം നടത്തിയവരെ സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ള വളരെ അഭിനന്ദനാർഹമായ ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ശിഷ്ടകാലം അഫ്ഗാനിസ്ഥാനിൽ തന്നെ കഴിയാനായിരിക്കും വിധി എന്ന് നമുക്ക് പറയാം. അമേരിക്കൻ സൈന്യത്തിൻ്റെ പിന്മാറ്റം മെയ് 1 മുതൽ, കഴിഞ്ഞ മാസം 1 മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. അത് ക്രമേണ സെപ്റ്റംബർ 11 അത് പൂർണ്ണമായും അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ബൈഡൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും ജിഹാദ് നടത്താൻ, അല്ലെങ്കിൽ വിപ്ലവം നടത്താൻ, മതവിപ്ലവം നടത്താൻ, അല്ലെങ്കിൽ വലിയ സംഭവങ്ങൾ നടത്താനെന്ന് പറഞ്ഞ് മതം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഇത്തരം അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നവർ ഇനി അവർ വളരെ കരുതലോടെ ഇരിക്കേണ്ടി വരും. കാരണം ശക്തനായ എതിരാളി തന്നെയാണ് പുതിയ പ്രതിരോധ മന്ത്രി എന്ന് തന്നെയാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇത്തരം ഒഴുക്കുകൾ കുറയും എന്ന് നമുക്ക്
പ്രതീക്ഷിക്കാം. അതിനുള്ള ശക്തമായ ശ്രമങ്ങളിലാണ് കേന്ദ്ര സർക്കാരും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.